നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തോടുകൂടി അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി എക്സ്പയറിയിലേക്കുള്ള നിഫ്റ്റിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന US പ്രസിഡന്റ് ട്രംപിന്റെ ചൈന സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ യുഎസിന്റെ ഭാഗത്ത് നിന്നും യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പരാജയപ്പെട്ടാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിക്ക് പകരം ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പേരില് പുതിയ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ എണ്ണ ഇളവുമായി സംബന്ധിച്ച് ആവശ്യമായതെല്ലാം ചെയ്യുവാൻ US തയ്യാറാണെന്നുള്ള പ്രഖ്യാപനവും പ്രസിഡന്റ് ട്രംപ് നടത്തുകയും ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ പരാജയം നേരിടേണ്ടി വരുമെന്നും ഇറാൻ യുഎസിന് മുന്നറിയിപ്പും നൽകി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ആഹ്വാനം ചെയ്ത ചെലവ് ചുരുക്കൽ നടപടികൾ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കൂടാതെ പല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് അനുകൂലമായി തന്നെയുള്ള നടപടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പല മന്ത്രിമാരും അവർക്കുള്ള എസ്കോർട്ടുകൾ 50% വെട്ടിക്കുറച്ചു. കൂടാതെ മന്ത്രിതലത്തില് അനാവശ്യമായിട്ടുള്ള യാത്രകളും കൂടാതെ റിമോട്ടായിട്ടുള്ള മീറ്റിംഗുകളും വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ ആഹ്വാനത്തില് സ്വർണത്തിന്റെ താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ വന്നെങ്കിലും പിന്നീട് അത് മാഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്നും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. നിലവിലെ ഗോൾഡിന്റെ 6% എന്ന ഡ്യൂട്ടിയിൽ നിന്നും 15% ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തത്. അതായത് 10% ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും കൂടാതെ 5% അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് സെസ്സുമായിട്ടാണ് 15% ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിൽ ശക്തമായ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ജ്വല്ലറി മേഖല ഇന്നും ഒരുപക്ഷെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സിപ്ല, TVS ഹോൾഡിംഗ്സ്, TVS മോട്ടോർ കമ്പനി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഓയിൽ ഇന്ത്യ, ബാലാജി അമിനീസ്, കെയർ റേറ്റിംഗ്സ്, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, DLF, ഇക്ലറക്സ് സർവീസസ്, JSW ഡൂലക്സ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ, LIC ഹൗസിംഗ് ഫൈനാൻസ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, NLC ഇന്ത്യ, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 23,400 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇന്ന് നിലനിർത്തുവാൻ സാധിച്ചില്ലെങ്കിൽ തുടർന്ന് 23,200 എന്ന ലെവലിലേക്കും പിന്നീട് സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാനും ഇടയുണ്ട്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 23,400 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,500, 23,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നും ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് 3.80% ഫോർകാസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ കൂടിയിട്ടും മാർച്ചിലെ 3.4% നിന്നും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 3.48% നേരിയ ഉയർച്ച മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ യുഎസിൽ നിന്നും ഇന്നലെ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയില് 3.7% എന്ന മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് മാർച്ചിലെ 3.3% നിന്നും ഏപ്രിൽ ആയപ്പോൾ 3.8% ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇതിനെ തുടർന്ന് യുഎസിലെ ഇൻഫ്ലേഷൻ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ
രാവിലെ 7 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും മെയ് മാസത്തെ വെസ്റ്റ് പാക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച് ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി യുഎസിൽ നിന്നും ഏപ്രിൽ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള PPI ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള സെല്ലിംഗ് മൂലം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ സെല്ലിംഗ് ആണ് നേരിടേണ്ടതായിട്ടും വന്നത്. തൽഫലമായി ഏപ്രിൽ 7 ശേഷം വെസ്റ്റ് ഏഷ്യയില് സീസ് ഫയർ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായ ശക്തമായ റാലിയുടെ ഫലങ്ങളൊക്കെ ചോർന്നു പോവുകയുമുണ്ടായി. തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെ നിഫ്റ്റിക്ക് നഷ്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 1959.39 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 7,990.32 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയും ചെയ്തു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.5%, ഡോക്ടർ റെഡ്ഡീസിന് 5.18%. കാരണം ഇന്നലെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിച്ചു. അവയെക്കുറിച്ച് സ്റ്റോക്കിംഗ് ന്യൂസിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ക്വാർട്ടർ ഏർണിംഗ്സുകൾ നിരാശപ്പെടുത്തിയത് തന്നെയാണ് ADRൽ സ്റ്റോക്കിന് ഇത്രയും ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നത്. അതേസമയം HDFC ബാങ്ക് ADRന് 0.5%, ICIC ബാങ്ക് ADRന് 1.25%, ഇൻഫോസിസ് വിപ്രോ ADRകൾക്ക് 2%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളായിട്ട്, അതായത് കഴിഞ്ഞ വെള്ളി തിങ്കൾ ദിനങ്ങളില് ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന US മാർക്കറ്റില് ഇന്നലെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ഏപ്രിലെ ഇൻഫ്ലേഷൻ ഡാറ്റ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് 3 വർഷത്തെ ഏറ്റവും ഉയർന്ന തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തന്നെയാണ്. തൽഫലമായി S&P 500ന് 0.16%, നാസ്ഡാക്കിന് 0.25% നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 1%, ജർമ്മൻ മാർക്കറ്റിന് 1.25% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%, കൊറിയൻ മാർക്കറ്റ് 2% നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും റഷ്യൻ എണ്ണയുടെ ഇളവ് സംബന്ധിച്ച് ആവശ്യമായതെല്ലാം ചെയ്യാൻ US തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയില് 0.25%, ക്രൂഡ് ഓയിലിന്റെ വിലയില് 0.5%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $106.96 ക്രൂഡ് ഓയിലിന്റെ വില $101.53 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,719.89 per ഔൺസ് എന്ന നിലയിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ തുടരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.72 എന്ന നിലയിലും മാക്സ് പെയിൻ 23,600 എന്ന ലെവലിലുമായിട്ടാണ് നിലവിൽ നിലകൊള്ളുന്നതും. തിങ്കളാഴ്ചയുണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള സപ്പോർട്ട് നഷ്ടമായി. കൂടാതെ ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് RSIയിലും ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 39.86 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയിൽ വികാസ് നിഗം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 221.3 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. PNC ഇൻഫ്രാടെക് 234.99 കോടി രൂപയുടെ ഒറ്റത്തവണ തീർപ്പാക്കലിനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ഒരു ഒത്തുതീർപ്പ് കരാർ കമ്പനി നടപ്പിലാക്കിയതായിട്ട് പ്രഖ്യാപിച്ചു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് സിക്കോ ആഫ്രിക്ക ലോജിസ്റ്റിക്കിൽ നിന്നും കൂടാതെ ബാർബറി ഹോൾഡിംഗ്സിൽ നിന്നുമായിട്ട് 4,045 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്റർ ആർച്ച് ബിൽഡിംഗ് സൊല്യൂഷൻസ് 102 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. വോഡഫോൺ ഐഡിയ ക്വാർട്ടർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് മെയ് 16 ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും എടുക്കും. യുണൈറ്റഡ് ബ്യൂവറീസ് മഹാരാഷ്ട്ര സെയിൽസ് ടാക്സ് ട്രൈബ്യൂണലിൽ നിന്ന്
75 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ഉത്തരവ് 0 കുറച്ചതായി കമ്പനി അറിയിച്ചു. ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ കോർട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 86.2%, റവന്യൂവില് 11.6% ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ പവർ കമ്പനി പ്രോഫിറ്റില് 4.5%, റവന്യൂവില് 12.8% ഇടിവ് രേഖപ്പെടുത്തി. ടോറന്റ് പവർ പ്രോഫിറ്റില് 70% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 0.8% ഇടിവും രേഖപ്പെടുത്തി. നസാറ ടെക്നോളജീസ് പ്രോഫിറ്റില് 14 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.07 കോടി രൂപയിൽ നിന്നും 55.7 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 23% ഇടിവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഫൈസർ പ്രോഫിറ്റില് 39.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 6.3% വർധനവും രേഖപ്പെടുത്തി. ഡിക്സൺ ടെക്നോളജീസ് പ്രോഫിറ്റില് 36% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.1% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.